പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കുടിയേറ്റ നയങ്ങളിൽ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് സ്പെയിൻ. തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി തൊഴിലന്വേഷകരുടെ വിസ കാലാവധി നീട്ടി. തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനും സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ട് സ്പെയിൻ കുടിയേറ്റ നയങ്ങൾ കാര്യക്ഷമമായ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ഇമിഗ്രേഷൻ നിയമപ്രകാരം തൊഴിലന്വേഷക വിസയുടെ സാധുത അടുത്ത വർഷം മുതൽ 3 മാസത്തിൽ നിന്ന് 1 വർഷമായി നീട്ടും. ഈ നീക്കം തൊഴിലന്വേഷകർക്കും സ്പെയിനിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശ പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷിതമാക്കുന്നതിനും നിയമപരമായ റെസിഡൻസിയിലേക്ക് മാറുന്നതിനും കൂടുതൽ സമയം നൽകുന്നു. എന്നു മുതലാണ് പുതിയ പരിഷ്കാരമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. തൊഴിലന്വേഷക വിസ വിദേശ പൗരന്മാർക്ക് തൊഴിൽ അന്വേഷണങ്ങൾക്കായി സ്പെയിനിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നു. ഒരു ജോലി ഉറപ്പാക്കി കഴിഞ്ഞാൽ വ്യക്തികൾക്ക് രാജ്യത്ത് തുടരുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച അടുത്തഘട്ട ചർച്ച ഫെബ്രുവരിയിൽ നടത്താൻ തീരുമാനം. ആസിയാൻ മേഖലയുമായുള്ള വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ കരാർ സഹായകരമാകും. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അവലോകന യോഗം ഫെബ്രുവരിയിൽ ജക്കാർത്തയിൽ നടക്കും. ചർച്ചകളുടെ 4ാം റൗണ്ട് ഈ മാസം ഇവിടെ സമാപിച്ചു. ആസിയാൻ മേഖലയുമായുള്ള വ്യാപാരം സുസ്ഥിരമായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പായിരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിപണി നിയമങ്ങൾ, മാനദണ്ഡങ്ങളും സാങ്കേതിക നിയന്ത്രണങ്ങളും, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തികവും സാങ്കേതികവുമായ സഹകരണം, വ്യാപാര പരിഹാരങ്ങൾ, നിയമപരവും സ്ഥാപനപരവുമായ വ്യവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വശങ്ങൾ ചർച്ച ചെയ്യും. ആഗോള വ്യാപാരത്തിൽ ഏകദേശം 11% വിഹിതമുള്ള ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ആസിയാൻ. 2023-24 ഉഭയകക്ഷി വ്യാപാരം $121 ബില്യൺ ആയിരുന്നു. ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 5.2% വളർച്ചയോടെ $73 ബില്യൺ ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദ് മെട്രോ ട്രെയിൻ സർവീസ് നവംബർ 27-ന് ആരംഭിക്കും. 6 ലൈനുകളിലായി 176 കിലോമീറ്റർ ദൈർഘ്യമാണ് റിയാദ് മെട്രോയ്ക്കുള്ളത്. റിയാദ് സിറ്റി റോയൽ കമ്മീഷനാണ് മെട്രോയുടെ നടത്തിപ്പുകാർ. ടിക്കറ്റ് നിരക്ക് ഉടൻ പ്രഖ്യാപിക്കുന്നതാണ്. തുടക്കത്തിൽ ടിക്കറ്റ് നിരക്കിൽ 20 മുതൽ 30% വരെ ഇളവ് ലഭിച്ചേക്കും. റിയാദ് ബസ് സർവീസിൽ ഉപയോഗിക്കുന്ന ദർബ് കാർഡുകളും ബാങ്കുകളുടെ ATM കാർഡുകളും ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ അനുവദിക്കുമെന്നാണ് സൂചന. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മെട്രോ റെയിൽ പദ്ധതിയാണിത്. മെട്രോയുടെ 46.3 കിലോമീറ്റർ ഭൂമിക്ക് അടിയിലൂടെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്ലൈറ്റ് വൈകിയാൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന യൂറോപ്യൻ യൂണിയൻ. നഷ്ടപരിഹാരമായി €600 വരെ ലഭിക്കും. യൂറോപ്യൻ യൂണിയനിൽ വിമാനയാത്ര ചെയ്യുന്നവരുടെ വിമാനം വൈകിയാൽ €600 വരെ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. കാലതാമസത്തിന് എയർലൈനുകൾ ഉത്തരവാദികളാണെന്നും പുതിയ നിയന്ത്രണം വ്യക്തമാക്കുന്നു. ഈ നഷ്ടപരിഹാര നിയമങ്ങൾ ഒരു EU അംഗരാജ്യത്ത് നിന്ന് പുറപ്പെടുന്നതോ അവിടെ എത്തിച്ചേരുന്നതോ ആയ വിമാനങ്ങൾക്ക് ബാധകമാണ്. വിമാനത്തിന്റെ ദൂരത്തെ ആശ്രയിച്ചിരിക്കും നഷ്ടപരിഹാര തുക അനുവദിക്കുന്നത്. കൂടുതൽ സമയം വിമാനം വൈകിയാൽ ഭക്ഷണം, റിഫ്രഷ്മെന്റ്, ആവശ്യമെങ്കിൽ താമസ സൗകര്യം എന്നിവയുൾപ്പെടെ എയർലൈനുകൾ സഹായം നൽകണമെന്നും നിയമത്തിൽ പറയുന്നു. എന്നിരുന്നാലും എല്ലാ സാഹചര്യങ്ങളിലും നഷ്ടപരിഹാരം ഉറപ്പു നൽകുന്നില്ല. കഠിനമായ കാലാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പണിമുടക്കുകൾ എന്നിവ പോലുള്ള അസാധാരണമായ സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. എയർ ട്രാഫിക് കൺട്രോൾ നിയന്ത്രണങ്ങൾ പോലെ അവരുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സാഹചര്യങ്ങളാണ് കാലതാമസത്തിന് കാരണമാകുന്നതെങ്കിൽ നഷ്ടപരിഹാരം നൽകാൻ എയർലൈനുകൾ ബാധ്യസ്ഥരല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ നിയമലംഘകരെ കണ്ടെത്താൻ കർശന പരിശോധന തുടരുന്നു. 15 പേർ അറസ്റ്റിലായി. 840 ട്രാഫിക് നിയമലംഘനങ്ങളിൽ നടപടി സ്വീകരിച്ചു. രാജ്യത്ത് സുരക്ഷ സംരക്ഷിക്കൽ, നിയമം കർശനമായി നടപ്പാക്കൽ എന്നിവയുടെ ഭാഗമായാണ് പരിശോധനകൾ നടത്തുന്നത്. വരും ദിവസങ്ങളിലും കർശന പരിശോധന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. ട്രാഫിക് നിയമലംഘകരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന ആരംഭിച്ചതെങ്കിലും മയക്കുമരുന്ന്, മദ്യം എന്നിവ കൈവശം വയ്ക്കുന്നവരെയും താമസം, വർക്ക് പെർമിറ്റ് നിയമലംഘകരെയും പിടികൂടുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.